ലിപ്സ്റ്റിക്ക് കാര്യങ്ങളൊന്നുമല്ല, മോയ്സ്ചറൈസ് വേറെ ലിപ് ബാം ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് നല്ലൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റാണ് ലിപ്പിലുള്ളത്. ലിപ്പ് നല്ല പോലെ ഒന്ന് സോഫ്റ്റായിട്ടുണ്ട്. സോഫ്റ്റായിട്ടുള്ള ഒരു ക്രാക്ക് പോലും ഇല്ലാത്ത ഒരു ലിപ്പ് നിങ്ങൾക്ക് കിട്ടും, അത് ഗ്യാരണ്ടിയാണ്. നിങ്ങളത് വിശ്വാസത്തോടെ ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ഹായ് ഫ്രണ്ട്സ്, മിസ്റ്റിക് മന്ത്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എക്സ്ക്ലൂസീവായിട്ട് നമ്മുടെ ലിപ് കെയറിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഡിസംബർ ജനുവരി മാസങ്ങളിലൊക്കെ ലിപ്പൊന്ന് എക്സ്ട്രാ ഡ്രൈ ആവുന്നത് കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ലിപ്പ് ഇങ്ങനെ പൊട്ടാനും അതുപോലെ തന്നെ ഡ്രൈ ആയിട്ട് നമുക്കിങ്ങനെ ചെറിയ പെയിൻഫുൾ ആയിട്ടുള്ള രീതിയിലൊക്കെ ലിപ്പിൽ ചെറുതായിട്ട് ക്രാക്സ് ഒക്കെ വീഴാനൊക്കെ സാധ്യത കൂടുതലുള്ള സമയമാണിത്. ഇനി ഈ ഒരു ക്ലൈമറ്റിൽ മാത്രമല്ല, നോർമലായിട്ട് ഡ്രൈ ലിപ്സ് ഉള്ളവർക്കും ഈ ഒരു നാച്ചുറൽ റെമഡി നല്ല റിസൾട്ട് തരും. നമുക്കൊരു പിങ്ക് ഷെയ്ഡുള്ള ലിപ്പ് കിട്ടാനായിട്ടെന്നൊക്കെ പറയില്ലേ, ആ രീതിയിൽ നമുക്ക് ഈ നാച്ചുറൽ റെമഡി യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ലിപ്പിൽ എക്സ്ട്രാ ഡാർക്ക്, അതായത് ടാൻ ആയതുപോലെ ഇച്ചിരി എക്സ്ട്രാ ഡാർക്കൊക്കെ ആയിട്ടിരിക്കുവാണെങ്കിൽ നിങ്ങൾക്കതൊന്ന് ലൈറ്റ് ആക്കിയിട്ട് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് കിട്ടാനൊക്കെ നമുക്ക് ഈ ഒരു നാച്ചുറൽ റെമഡി യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൽ നമ്മൾ 3 ഇൻഗ്രീഡിയൻസ് ആണ് ആഡ് ചെയ്യുന്നത്. മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നെയ്യാണ്, പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് ഷുഗറും തേനുമാണ്. അപ്പോൾ നെയ്യ് നമ്മുടെ ചുണ്ടിനെ ഒരു ഹൈഡ്രേഷൻ കൊടുത്ത് ഒരു നാച്ചുറൽ മോയ്സ്ചറൈസറായിട്ട് ആക്ട് ചെയ്യും. നെയ്യിലുള്ള ഫോസ്ഫോലിപ്പിഡ്സ് ആണ് നെയ്യിനെ ഇങ്ങനെ ആക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ചുണ്ടിന് ഒരുപാട് നേരം നല്ലൊരു മോയ്സ്ചറൈസിങ് ആണ് നമ്മൾ നെയ്യ് ആഡ് ചെയ്യുന്നതുകൊണ്ട് ഈ ഒരു നാച്ചുറൽ റെമഡി കൂടെ കിട്ടുന്നത്. നമ്മളിതിൽ ആഡ് ചെയ്യുന്ന ഷുഗർ നമ്മുടെ ചുണ്ടിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതായത് നമ്മുടെ ചുണ്ടിലുള്ള ഡെഡ് സ്കിൻ സെൽസിനൊക്കെ റിമൂവ് ചെയ്യാൻ ഈ ഒരു പഞ്ചസാര ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ആഡ് ചെയ്യുന്ന തേനാണെങ്കിൽ നമ്മുടെ ചുണ്ടിലുള്ള ഡാർക്ക് ഷെയ്ഡ് റിമൂവ് ചെയ്ത് നമ്മുടെ ചുണ്ടിനൊന്ന് ലൈറ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റാണ് തേൻ. ഈ തേനിനൊക്കെ ഒരുപാട് വേറെയും ബെനിഫിറ്റ്സ് ഉണ്ട്. പക്ഷെ നമ്മൾ ലിപ് കെയറിൽ വരുമ്പോൾ അതിൻ്റെ മെയിൻ ഫംഗ്ഷനായിട്ട് വരുന്നത് ഒരു മോയ്സ്ചറൈസിങ്ങും അതുപോലെ തന്നെ ഈ ഡാർക്ക് ലിപ്സിനൊന്ന് ലൈറ്റ് ആക്കുക. ഇതാണ് ഈ ഒരു റെമഡിയിൽ വരുന്ന റിസൾട്ട്. അപ്പം നല്ല ഈസി ആയിട്ട് നമുക്കിത് പ്രിപ്പയർ ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് ഈ റെമഡിയുടെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും ഈ റെമഡി ചെയ്ത് നോക്കുക. നിങ്ങളുടെ റിസൾട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ പുതുതായിട്ട് കാണുന്നവർക്കും എനിക്കും നിങ്ങളുടെ കമൻറ്റ് വളരെ വാല്യുബിൾ ആണ്. ഒരു വീക്കിൽ ഞാൻ 3 വീഡിയോസെങ്കിലും ഇടാൻ ട്രൈ ചെയ്യാറുണ്ട്. എല്ലാം നല്ല റിസൾട്ട് തരുന്ന നാച്ചുറൽ റെമഡീസാണ്. സോ നിങ്ങളിത് കണ്ടു നോക്കി ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ആവശ്യമാണെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഒരു 1/4 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർക്കുക. ഇതിലേക്ക് സെക്കൻഡ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തേനാണ് ചേർക്കുന്നത്, അതും ഒരു 1/4 ടീസ്പൂൺ തന്നെ ചേർക്കുക. ഇനി തേർഡ് ആൻഡ് ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പഞ്ചസാര, അതൊരു 1/4 ടീസ്പൂൺ തന്നെ ചേർക്കുക. അതായത് എല്ലാം നമ്മൾ ഈക്വൽ എമൗണ്ടിലാണ് എടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമ്മളിത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി നേരം വെക്കരുത്, കാരണം ഈ പഞ്ചസാരയൊക്കെ അലിഞ്ഞു പോകും. അപ്പം നമുക്കിത് പ്രിപ്പയർ ചെയ്ത് അപ്പം തന്നെ നമുക്ക് ചുണ്ടിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മുടെ റെമഡി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ കുറച്ച് അളവിലേ ആവശ്യമുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ അത്രയും കുറവ് ഉണ്ടായി കാണിച്ചത്. കാരണം നമുക്ക് ഇത്ര പോലെ നമ്മുടെ ലിപ്പിൽ അപ്ലൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇത് അധികമായിട്ട് വരും. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് നമ്മുടെ കൈമുട്ട്, കാൽമുട്ട് ഈ ഭാഗങ്ങളിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾ കളയേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ലിപ്സ് എക്സ്ട്രീംലി ക്രാക്ഡ് ആണ്, അത്രയ്ക്കും ഡ്രൈ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റെമഡി ആഴ്ചയിൽ 2 തവണ ഉപയോഗിക്കാം. ബാക്കിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് പഞ്ചസാര ഒഴിവാക്കിയിട്ട് നെയ്യും തേനും മാത്രം ലിപ്സിൽ അപ്ലൈ ചെയ്യാം. അത് പതുക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ ആണെങ്കിൽ നിങ്ങളത് റിമൂവ് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല. കുറച്ച് നേരം കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിപ്പം കഴിച്ചു പോയാലും കുഴപ്പമില്ല. ഫുൾ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ്. ഇനി നിങ്ങൾക്ക് പുറത്തൊക്കെ ഇറങ്ങുവാണെങ്കിൽ ഒരു 1/2 hour എങ്കിലും ലിപ്പിൽ അത് കീപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കഴുകിക്കളയാം. സോ 7 ഡേയ്സ്, അതായത് 2 ദിവസം ഈ ഒരു സ്ക്രബും ബാക്കിയുള്ള ദിവസങ്ങളിൽ രാവിലെയും വൈകുന്നേരവും ഈ ഒരു മാസ്ക്, അതായത് നെയ്യും തേനും മാത്രം ഒരു മാസ്കായിട്ട് ലിപ്പിൽ അപ്ലൈ ചെയ്താൽ 7 ഡേയ്സ് കൊണ്ട് നിങ്ങളുടെ എത്ര എക്സ്ട്രീംലി ക്രാക്ക്ഡ് ലിപ്സ് ആണെങ്കിലും നിങ്ങൾക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു ക്രാക്ക് പോലും ഇല്ലാത്ത ഒരു ലിപ്പ് നിങ്ങൾക്ക് കിട്ടും, അത് ഗ്യാരണ്ടിയാണ്. നിങ്ങളത് വിശ്വാസത്തോടെ ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ഈ ഒരു സ്ക്രബ് നിങ്ങൾ ഒരു തവണ മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതായത് രാവിലെ മാത്രം, ഒന്നെങ്കിൽ രാവിലെ അല്ലെങ്കിൽ രാത്രി ഏതെങ്കിലും ഒരു തവണ മാത്രം ചെയ്യുക. ആഴ്ചയിൽ 2 ദിവസം ചെയ്യുക. ഇനി എക്സ്ട്രീംലി ക്രാക്ക്ഡ് അല്ലാത്തവർക്ക് ആഴ്ചയിൽ 1 തവണ ചെയ്താൽ മതിയാവും. ബാക്കിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് മാസ്ക്, അതായത് നെയ്യും തേനും മാത്രമുള്ള മാസ്ക് അപ്ലൈ ചെയ്യാം. മാസ്ക് 2 നേരം അപ്ലൈ ചെയ്യാം, രാവിലെയും രാത്രിയും. സ്ക്രബ് നിങ്ങൾ 1 തവണ മാത്രം ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ എല്ലാം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ ഞാൻ കാണിച്ചു തരാം.
സോ ഞാൻ ലിപ്പൊക്കെ കഴുകി ക്ലീൻ ആക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിൽ കുറച്ച് കയ്യിലെടുത്തിട്ട് അതിനുശേഷം പതുക്കെ സർക്കുലർ മോഷനിൽ മസാജ് ചെയ്യുക. ഒരു 5 മിനിറ്റ് നേരത്തേക്ക് മാത്രം, അതിൽ കൂടുതൽ നമ്മൾ മസാജ് ചെയ്യരുത്. അതുപോലെ വളരെ പതുക്കെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഞാനിപ്പോൾ ലിപ്പൊക്കെ ഒന്ന് കഴുകി വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇച്ചിരി നേരം മസാജ് ചെയ്തുകൊണ്ട് ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടിയിട്ടുണ്ട്. ലിപ്പൊന്നുമില്ല, നല്ല പിങ്ക് ഷെയ്ഡൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അതിപ്പം മസാജ് ചെയ്തുകൊണ്ട് വന്നതാണ്. പക്ഷേ നമ്മളിത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിൽ, നിങ്ങളുടെ ലിപ്പിലുള്ള ഡാർക്ക് ഷെയ്ഡൊക്കെ ഒന്ന് കുറഞ്ഞ് ഒരു പിങ്ക് ഷെയ്ഡ് വരുന്നതായിട്ട് നിങ്ങൾക്ക് എന്താണെങ്കിലും കാണാൻ പറ്റും. ഇത് നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ റിസൾട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.